بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا صدق الله ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ അപരാധങ്ങളും റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുകയും അവന്റെ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ ആഫിയത്തോടെ ദീർഘായുസ്സോടെ ഓർമ്മശക്തിയോടെ ജീവിച്ചിരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധത്തിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിന്റെ കുടുംബം എന്ന ഒരു വിഷയത്തിൽ നമ്മൾ റമദാനിന്റെ തുടക്കം മുതൽ ആരംഭിച്ച ഈ ഒരു പഠന ക്ലാസ് നാളത്തോടുകൂടി ഇൻഷാ അല്ലാഹ് സമാപിക്കുകയാണ്. നാളെ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഈ റമദാൻ പഠന ക്ലാസ് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. റമദാൻ വളരെ പെട്ടെന്ന് പോയി. ഇന്നലെ വന്നതുപോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. പക്ഷെ അത് പെട്ടെന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഒരു 50 കാര്യങ്ങൾ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാനുണ്ട്. സത്യത്തിൽ ഒരു 50-60 വർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ സാമ്പത്തികമായി എല്ലാവരും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിലാർക്കും സംശയം ഉണ്ടാവും തോന്നില്ല. എല്ലാ പ്രദേശത്തും എല്ലാ നാടുകളിലും അവസ്ഥ അത് തന്നെയാണ്. ഈരാറ്റുപേട്ടയിലും അങ്ങനെ തന്നെയാണ്. ഒരു 50-60 വർഷം മുമ്പുണ്ടായിരുന്ന നമ്മുടെ നാട്ടിന്റെ സാമ്പത്തികാവസ്ഥയല്ല ഇന്നുള്ളത്. അന്ന് പണക്കാരെന്ന് പറയുന്നത് ഈ നാട്ടിൽ ഏതാണ്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിവിടെ എല്ലാവരും പണക്കാരാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് സക്കാത്തിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടി ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കിയ ആളുകളിൽ പലരും വലിയ കോടീശ്വരന്മാരാവിടെ. ഒരു സാധാരണക്കാരന്റെ കണക്ക് ഇന്നലെ കൂട്ടിക്കൊടുക്കുമ്പോൾ 1.5 കോടി രൂപ സക്കാത്ത് കൊടുക്കാണ്ട് ഈ വർഷം. മുതലാളിയല്ല ഈ നാട്ടിലൊരു സാധാരണക്കാരനാണ്. അപ്പൊ 25, 30, 40 കോടിയൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഒരു 50-60 വർഷം മുമ്പ് ഈരാറ്റുപേട്ടയിൽ കാർ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 10-25 വർഷമായിട്ട് ഇവിടുത്തെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങോട്ട് പോകുന്ന എസ്റ്റേറ്റിലെ സായിപ്പിന്റെ കാറ് കാണാൻ വേണ്ടി ഈ റോഡിൽ ഇറങ്ങിയുന്ന കഥ എന്നോട് ഇവിടെയുള്ള മുതിർന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? പിന്നെ ഇവിടെ ആരോ, എനിക്ക് തോന്നുന്നു വി കെ കൊച്ചുമക്കാർ ഹാജിയാന്ന് തോന്നുന്നു, എന്റെ കേട്ടറിവുകളാണ്, അദ്ദേഹമാണ് ഇവിടെ ആദ്യം കാറ് വാങ്ങിച്ചാളെന്നെ മനസ്സിലാക്കണം. അന്നും അദ്ദേഹത്തോട് പലരും ചോദിച്ചു, 100 കണക്കിന് ഏക്കർ വാങ്ങാനുള്ള പൈസ കൊണ്ട് നിങ്ങൾ എന്തിനെ കാറ് വാങ്ങിച്ചു തന്നു? ഇന്നിവിടെ കാറില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീട് ഇന്ന് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? കാണാൻ വഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ പുരോഗമിച്ച കാര്യമൊക്കെ. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട്. അത് സമാധാനമില്ല, ടെൻഷൻ കൂടി എന്നുള്ളതാണ് ഇന്നുള്ള ലാഭം. 50-60 വർഷം മുമ്പ് ഈ നാട്ടിലെ ആളുകൾ ജീവിച്ച ആ ഒരു മാനസികാവസ്ഥയിലല്ല ഇന്നിവിടെയുള്ള ആളുകളുള്ളത്. എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. കാരണം ഓരോരുത്തരുടെ മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക, മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി എന്നോടൊന്ന് പറയാറുണ്ടല്ലോ.
അതുകൊണ്ട് ഏകദേശം അതെനിക്കറിയാൻ കഴിയും. അപ്പൊ ഈ സമ്പത്തിന്റെ ഈ ധന്യതയിലും സമാധാനമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലാഭം. അതെന്തുകൊണ്ടുണ്ടായി? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ കാരണം. നമ്മുടെയൊക്കെ കാരണവന്മാര്, വാപ്പയോ വല്യപ്പയോ ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിലുണ്ടായിരുന്ന, നമ്മളിലുണ്ടായിരുന്ന ചില നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തി. ആ നന്മകൾ നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ സമ്പത്തുകൊണ്ട് കഴിയാതെ വന്നു. അതുകൊണ്ട് തിരിച്ചുപോകൽ മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ആ ഇല്ലാതായ കാര്യത്തിന്റെ പേരാണ് അദബ് എന്നുള്ളത്. അദബ് ഇല്ലാതായാൽ അള്ളാഹു ബറക്കത്തിന് എടുത്തു കളയും. സമ്പത്ത് കൂടും. സമ്പത്ത് കൂടലല്ലോ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകലാണ് കാര്യം. ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകുക, സമ്പത്തിൽ ബറക്കത്തുണ്ടാകുക, വീട്ടിൽ ബറക്കത്തുണ്ടാകുക. ബറക്കത്തെന്ന് പറഞ്ഞാൽ സമൃദ്ധി, നിറവ് എന്നൊക്കെയാണ് അതിനർത്ഥം. കുറച്ചേ ഉള്ളൂവെങ്കിലും നിറഞ്ഞു തോന്നും. അതിനാണ് ഐശ്വര്യം, ബറക്കത്തെന്നൊക്കെ പറയുക. അദബ് നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോ അല്ലാഹു തആല പിൻവലിച്ചു, ബറക്കത്ത് പിൻവലിച്ചു. സമ്പത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും ഒക്കെ അല്ലാഹു ബറക്കത്തിന് പിൻവലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. നബി തങ്ങൾ വലിയ ധനാഢ്യനായിരുന്നില്ല, മിസ്കീനായിരുന്നു, പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ സംതൃപ്തനായിരുന്നു. വയറിൽ കല്ല് വച്ച് കെട്ടിയ സമയത്ത് നബിക്ക് മനസ്സിനെ ആ പട്ടിണി ബാധിച്ചിട്ടില്ല. വയറ്റിലെ ദാരിദ്ര്യം, വയറ്റിലെ ആ വിശപ്പ് മനസ്സിനെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകനും ആ സഹാബത്തും സംതൃപ്തരായിരുന്നു. 3 കാര്യങ്ങളാണ് ദീനെന്ന് പറയുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മളിലുണ്ട്, ഒരു കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തി. ഒന്ന് ഈമാനാണ്. 6 കാര്യങ്ങൾ അത് നമ്മളിലുണ്ട്. മറ്റ് ഇസ്ലാമാണ്, 5 കാര്യങ്ങൾ അതും നമ്മളിലുണ്ട്. നിസ്കാര നോമ്പൊക്കെ ഉണ്ട്. പക്ഷെ 3-ാമത്തെ ഒരു കാര്യം ഇഹ്സാനാണ്. ഇഹ്സാൻ നമ്മൾ നഷ്ടപ്പെടുത്തി. ഈമാനിനെയും ഇസ്ലാമിനെയും നമ്മൾ നിലനിർത്തി. ഇഹ്സാൻ എന്നുള്ളത് അദബാണ്. അദബില്ലാത്തവനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് ഉത്തരവാദിത്വമില്ല. കേവല ഈമാൻ ഉണ്ടായതുകൊണ്ടോ ഇസ്ലാം ഉണ്ടായതുകൊണ്ടോ അള്ളാഹു ആരെയും സംരക്ഷിക്കില്ല. അള്ളാഹു ഒരാളെ സംരക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അവനിൽ ഇഹ്സാൻ ഉണ്ടാകുക, അദബ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് ഒരു 20 തെങ്ങുണ്ടായിരുന്നു, അവർക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഈ തെങ്ങിലെ തേങ്ങ ഇട്ടിട്ട് വീട്ടിലെ കാര്യം നടത്തി, പെൺമക്കളെ കല്യാണം കഴിച്ചു, ഹജ്ജിനും പോയി, അവർ സുഖമായി ജീവിച്ചു. ഇന്ന് അവർക്കുണ്ടായതിന്റെ 100 ഇരട്ടി നമുക്കുണ്ട്. പക്ഷെ നമുക്ക് പലതും നടക്കുന്നില്ല. കാരണം അവര് നിലനിർത്തിയ ജീവിതത്തിന്റെ അദബുകൾ നമ്മൾ നഷ്ടപ്പെടുത്തും. അത് പലരും പറഞ്ഞു തന്നു നമ്മളോട്, അതൊന്നും വേണ്ട, അതൊന്നും ദീനല്ല, അതൊന്നും വേണ്ട എന്ന് ഉപദേശിച്ചു തന്നവരുണ്ട്. അത് നഷ്ടപ്പെടുത്തിയെടുത്താണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഐശ്വര്യം, ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചു കളഞ്ഞു. ഓരോ മനുഷ്യനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 തരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. ലമ്മത്തുൽ മലക്ക്, ലമ്മത്തുൽ ശൈത്താൻ. ഇതില്ലാത്തൊരു മനുഷ്യൻ ഭൂമി ലോകത്തില്ല. മലക്കിന്റെ സ്വാധീനം, പിശാചിന്റെ സ്വാധീനം. ഈ 2 സ്വാധീനങ്ങളാണ് മനുഷ്യനോടൊപ്പം ഉള്ളത്. ഒരു സമയത്ത് ഒന്നേ ഉണ്ടാകും. മലക്കിന്റെ സ്വാധീനമുണ്ടെങ്കിൽ പിശാചിന്റെ സ്വാധീനമില്ല. പിശാചിന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ അവിടെ മലക്കിന്റെ സ്വാധീനം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. നമ്മുടെ കൂടെ മലക്കുണ്ടോ പിശാച് ഓടിപ്പോകും, പിശാചുണ്ടോ മലക്ക് ഓടിപ്പോകും. മലക്കിന്റെ സ്വാധീനം എവിടെയുണ്ടോ അവിടെയാണ് ബറക്കത്തുണ്ടാകുക. പിശാചിന്റെ സ്വാധീനം എവിടെയുണ്ടോ അവിടെ നിന്ന് ബറക്കത്ത് പിൻവലിക്കപ്പെടും. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്റെയും ചെവിയിൽ വന്നുകൊണ്ട് മലക്കുകൾ പറയുന്നൊരു വർത്തമാനം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഓരോ മനുഷ്യനും മരിക്കാൻ സമയം പെരുവിരലിൽ നിന്ന്
അസ്രായിൽ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ തുടങ്ങി. പെരുവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ചെവിയിൽ വന്നുകൊണ്ട് മലക്കുകൾ മന്ത്രിക്കും. എന്താ മന്ത്രിക്കുക? നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിന, പേടിക്കണ്ടാട്ടോ, ഭയപ്പെടണ്ടാട്ടോ, ഞങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപകടങ്ങൾ വരാതിരുന്നത്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു. ഹാഫിലീങ്ങളായ മലക്കുകൾ, മനുഷ്യന്റെ സംരക്ഷകരായ മലക്കുകൾ ഒന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ജോലി തീർന്നു, ഞങ്ങൾ പോവുകയാണ്. ആ സമയത്താണ് മലക്കുകൾ വന്ന് നമ്മളോട് ഇത് പറയുന്നത്. ഇത് നമുക്ക് മറ്റൊരാളോട് പറയാൻ കഴിയില്ല, കാരണം നമ്മൾ മരിച്ചു പോവാണ്. അതുവരെ മലക്കുകൾ നമ്മളോട് പറയുകയില്ല. മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കച്ചവട സ്ഥലത്ത്, നമ്മുടെ വീട്ടില് ഒക്കെ വീട് കൂടെയുണ്ട്. അവരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്നിട്ട് മരിക്കാൻ സമയത്ത് നമ്മുടെ ചെവിയിൽ വന്ന് പറയും, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ, നിന്റെ 65 വയസ്സ് ജീവിതകാലത്ത് ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിനക്കൊന്നും സംഭവിക്കാതിരുന്നത്. എന്നിട്ട് പറയും ഒഫിൽ ആഖിറ, ഇനി ആഖിറത്തിൽ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും, പേടിക്കണ്ട. ഇത് മലക്കുകളുടെ സ്വാധീനം ജീവിതത്തിൽ ഉടനീളം ലഭിച്ചൊരു മനുഷ്യനോടാണ് മലക്കുകൾ ഇതൊന്ന് പറയുക. പിശാചിന്റെ സ്വാധീനത്തിൽ വന്ന ഒരു മനുഷ്യന്റെ ചെവിയിൽ ഇത് പറയാൻ മലക്കിന് കഴിയില്ല, കാരണം മലക്കുകളുടെ സംരക്ഷണം അവന് ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻകും മിൻ അഹദിൻ യഖ്റുജു മിൻ ബൈതിഹി, നിങ്ങളിൽ നിന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ കൂടെ 2 റായത്തുകൾ, 2 കൊടികൾ ഉണ്ടാവും. 2 കൊടികളുമായി 2 ആളുകൾ കൂടും. ഒന്ന് മലക്കാണ്, മറ്റൊന്ന് പിശാചാണ്. നിങ്ങൾ നല്ല കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ പതാകയുമായി മലക്ക് മുന്നിൽ നടക്കും. നിങ്ങളൊരു തിന്മയ്ക്കാണ് പോകുന്നതെങ്കിൽ പതാകയുമായി പിശാച് മുന്നിൽ നടക്കും. മലക്ക് നിങ്ങളെ നന്മയിലേക്കും പിശാച് നിങ്ങളെ തിന്മയിലേക്കും നയിക്കും. അപ്പൊ ജീവിതത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മലക്കുകളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്നിടത്താണ്. മലക്കുകൾ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കണമെങ്കിൽ മലക്കുകൾക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അവന്റെ ജീവിതത്തെ അദബുകളെ കൊണ്ട് ചിട്ടപ്പെടുത്തണം. അദബുണ്ടാകണം. കേവല ഈമാൻ കൊണ്ടോ ഇസ്ലാം കൊണ്ടോ മലക്കിന്റെ സഹായം കൂടെ ഉണ്ടാവില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മുഅ്മിനായ മനുഷ്യനിലും 3 കാര്യങ്ങൾ ഉണ്ടാകും. ഇന്നലിൽ മുഅ്മിനായ മനുഷ്യന്റെ നൂറൻ ഫിൽ ഖൽബി, അവന്റെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയഅൻ ഫിൽ വജ്ഹി, അവന്റെ മുഖത്തതിന്റെ തെളിച്ചം ഉണ്ടാവും. ഹൃദയത്തിൽ പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശം മുഖത്ത് തെളിഞ്ഞു കാണും. ഒരു മുഅ്മിന്റെ മുഖം കണ്ടാൽ അറിയാം, കറുത്തിരുണ്ട് കരുവാളിച്ചിരിക്കില്ല, നിറല്ല ഉദ്ദേശിച്ചത്. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു പ്രസരിപ്പുണ്ടാവും, ഒരു സന്തോഷം അവന്റെ മുഖത്ത് ഇങ്ങനെ കളിയാടും. അതവന്റെ ഹൃദയത്തിലുള്ള ആ പ്രകാശം ഇങ്ങനെ പ്രസരിക്കുകയാണ് അവന്റെ മുഖത്തിലൂടെ. അതൊരു മുഅ്മിൻ ഉണ്ടാവും. വസഅതൻ ഫി റിസ്ഖി, 3ാമത്തെ ഗുണം അവന്റെ റിസ്കിൽ അല്ലാഹു വിശാലത കൊടുത്തിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും കുടുങ്ങൂല. ഒരു പ്രതിസന്ധിപ്പെട്ടിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ഉലയുന്നൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഓഫറല്ലേ. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി തന്റെ ഒരു കാര്യം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവില്ല. അള്ളാഹു അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ല. അവന്റെ റിസ്കിൽ അള്ളാഹു വിശാലത, അവന് മതിയായതെന്തോ അത് അള്ളാഹു കൊടുത്തിരിക്കും. അത് അള്ളാഹുവിന്റെ ഓഫറാണ്. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ഇത് ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജീവിതത്തിൽ അദബുകൾ സൂക്ഷിക്കണം. ഒരു കാലത്തുണ്ടായിരുന്ന ചിട്ടകളും അദബുകളും നമ്മൾ നഷ്ടപ്പെടുത്തും. ഒരു കാര്യത്തിൽ നമുക്കൊരു ചിട്ടയില്ലാതായി. പഴയ കാലത്തൊക്കെ നഖം വെട്ടുന്നതിന്, നഖം വെട്ടൽ സുന്നത്താണല്ലോ, നമ്മൾ നഖം വെട്ടൽ മാത്രമേ ഉള്ളൂ, അതിലൊരു അദബ് പാലിക്കുന്നില്ല. നഖം വെട്ടുക എന്ന് സുന്നത്തെടുക്കുമ്പോഴും അതൊന്ന് സുന്നത്താണെന്ന് കരുതി ചെയ്യുന്നില്ല. 2, അതിനൊരു അദബുണ്ട്. ഏത് കാര്യത്തിനും അദബുണ്ട്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദബാണ്. അദബ് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 ലക്ഷം ഹദീസുകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഈ 10 ലക്ഷം ഹദീസുകളിൽ 75% ഹദീസുകളും നബിയുടെ വായിൽ നിന്ന് കേട്ടതല്ല, നബിയുടെ ജീവിതത്തിൽ നിന്ന് സഹാബത്ത് പകർത്തിയെടുത്തതാണ്. അദബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടതാണ്. മറ്റൊരാളിൽ നിന്ന് മാതൃകയായി സ്വീകരിക്കേണ്ടതാണ് അദബെന്ന് പറയുന്നത്. അതാണ് അദബ്. അതുകൊണ്ട് നഖം വെട്ടുമ്പോ അതിനൊരു അദബുണ്ട്. എന്താണ് അദബ്? നഖം വെട്ടുന്നതിനൊരു ദിവസമുണ്ട്. അത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച നഖം വെട്ടുക. അതൊരു അദബായിരുന്നു. നമ്മുടെ പൂർവികർ സൂക്ഷിച്ചിരുന്നു. വെള്ളിയാഴ്ച നേരം വെളുത്തുള്ള അവരുടെ പണി നഖം വെട്ടി വൃത്തിയാക്കലായിരുന്നു. ഇല്ലേ? നിങ്ങൾക്ക് അറിയാനുള്ള വാപ്പമാരുടെ ചരിത്രം അറിയാലോ. അതിനുവേണ്ടി ആ സമയം അവർ കണ്ടെത്തിയ സുന്നത്തായ സമയം. അതിനൊരു സുന്നത്തായ രീതിയുണ്ട്. എങ്ങനെയെങ്കിലും വെട്ടലല്ല, അതിനൊരു അദബുണ്ട്. ആദ്യം വലത് കൈയുടെ ഈ വിരൽ കൊണ്ട് ആരംഭിക്കുക, പിന്നെ ഈ വിരല്, അടുത്തത് ഈ വിരല്, അടുത്തത് ഈ വിരല്, അത് കഴിഞ്ഞാൽ ഈ തള്ള വിരല്,
പിന്നെ ഇടത് കൈയുടെ ചെറുവിരൽ തുടങ്ങി ഈ വിരൽ വരെ ക്രമമായിട്ട്. കാലിന് നഖം വെട്ടുമ്പോൾ വലത് കാലിന്റെ ചെറുവിരലിൽ തുടങ്ങി ഇടതുകാലിന്റെ ചെറുവിരൽ വരെ ക്രമമായിട്ട്. ഇത് നഖം വെട്ടുന്നതിന്റെ അദബാണത്. എങ്ങനെയെങ്കിലും വെട്ടുകയല്ല. അത് അദബനുസരിച്ച് വെട്ടുമ്പോഴാണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഐശ്വര്യം ജീവിതത്തിൽ കിട്ടണമല്ലോ, അത് കിട്ടുള്ളൂ. എല്ലാ നന്മകൾക്കും ദുനിയാവിലും ഒരു നേട്ടം ഉണ്ടാവും, ആഖിറത്തിലും നേട്ടം ഉണ്ടാവും. അപ്പൊ നമ്മൾ നിസ്കരിച്ചല്ലോ, ഇതിന്റെ നേട്ടം ആഖിറത്തിൽ മാത്രമാണോ? ദുനിയാവിൽ നേട്ടമുണ്ട്. എല്ലാ നന്മകൾക്കും ദുനിയാവിലും നേട്ടമുണ്ട്, ആഖിറത്തിലും നേട്ടമുണ്ട്. എല്ലാ തിന്മകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയും പോലെ എല്ലാ തിന്മകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചെറിയ തിന്മയ്ക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്, വലിയ തിന്മയ്ക്കും ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കോ. ലാ യൻസിലുൽ ബലാഉ ഇല്ലാ ബിദംബിൻ വലാ യർഫഉഹു ഇല്ലാ ബിതൗബ. റസൂലുള്ളാഹി പറഞ്ഞു, എന്തെങ്കിലും ബല നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരിലായിരിക്കും. അത് ഉയർന്നു പോകാൻ ഒരു വഴിയുള്ള തൗബ. ചെറിയ തെറ്റിന് പോലും ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, വലിയ തെറ്റിന് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അദബുകൾ ലംഘിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് മാറും. അതൊരു പക്ഷേ കച്ചവടത്തിലെ നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നമായിരിക്കും, രോഗങ്ങളായിരിക്കും, മാനസിക ബുദ്ധിമുട്ടായിരിക്കും. ഇതെങ്ങനെ വരിക നമുക്കറിയില്ല. ഏതായിരുന്നാലും എല്ലാ തിന്മയ്ക്കും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അദബുകൾ പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പടച്ചമ്പുരാന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ പടച്ചവും വരുത്തരുത്. അതിന് നമ്മൾ അദബ് പാലിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുക, അതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായി, സുലൈഖയുമായുള്ള പ്രശ്നത്തിൽ. യൂസുഫ് നബി സ്വലാം ജയിലിൽ കിടക്കുമ്പോൾ ഒരു സ്വപ്നം, രണ്ടുപേര് ജയിലിൽ അടയ്ക്കപ്പെടുകയും അവര് രണ്ട് സ്വപ്നം കാണുകയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. രണ്ടുപേര് സ്വപ്നം കണ്ടു. ഒരാൾ ഇന്നി അറാനി അഹ്മിലു ഹംറൻ, ഒരാള് തലയിൽ വെച്ചിങ്ങനെ ഒരു കൊട്ട ചുമന്നുകൊണ്ട് പോകുന്നതിന്റെ റൊട്ടി പക്ഷികൾ കത്തിക്കൊണ്ടുപോകുന്നത് കണ്ടു. ഒരാള് രാജാവിന് കള്ളൊഴിച്ചു കൊടുക്കുന്നു സ്വപ്നം കണ്ടു. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലുണ്ട്. യൂസുഫ് നബിയോട് ഇവർ വന്ന് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോൾ യൂസുഫ് നബി രണ്ടുപേർക്കും വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. കള്ള് ഒഴിച്ചു കൊടുക്കുന്നതായി സ്വപ്നം കണ്ട ആളോട് പറഞ്ഞത്, നിന്നെ 3 ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. നിന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ നീ കൊട്ടാരത്തിൽ രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ജോലി നിനക്ക് കിട്ടും. രാജാവിന്റെ അടുത്തയാളായി നീ മാറും. അപ്പോൾ നീ ഒരു പണി ചെയ്യണം. ഉദ്ഖുർനി ഇന്ദ റബ്ബിക, നീ രാജാവിനോട് ഇങ്ങനെ ഒരു യൂസുഫ് ജയിലിൽ കിടക്കണമെന്നൊന്നും പറയണം. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി രാജാവിനോട് തന്റെ കാര്യം പറയാൻ വേണ്ടി ഇദ്ദേഹത്തോട് പറയുകയാണ്, നീ യജമാനിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്റെ കാര്യം നീ ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ യൂസുഫ് ജയിലിൽ കിടക്കേണ്ട നിരപരാധിയാണെന്നൊന്ന് പറയണം. ഈ മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് മോചിതനായി. രാജാവിന്റെ അടുക്കൽ ചെന്നു, കൊട്ടാരത്തിൽ വലിയ ജോലി കിട്ടി. പക്ഷേ യൂസുഫ് നബി പറഞ്ഞു വിട്ട കാര്യം മറന്നുപോയി. എത്ര കാലം മറന്നു എന്നറിയോ? 12 കൊല്ലം മറന്നുപോയി. യൂസുഫ് ഇങ്ങനെ രാജാവിനോട് യൂസുഫിന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞ കാര്യം 12 കൊല്ലം ഈ മനുഷ്യൻ മറന്നുപോയി. എന്താ 12 കൊല്ലം മറക്കാൻ കാരണം എന്നറിയോ? എന്നെക്കുറിച്ച് രാജാവിന്റെ അടുക്കൽ പറയണമെന്ന് അന്ന് യൂസുഫ് നബി പറയാൻ വേണ്ടി ഉപയോഗിച്ച ഹിബ്രു ഭാഷയിൽ 12 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. 12 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ആ വാക്ക് പറഞ്ഞത്. ഓരോ അക്ഷരത്തിനും ഓരോ കൊല്ലം വീതം 12 കൊല്ലം അല്ലാഹു തആല മനുഷ്യനെ കാര്യം അർപ്പിച്ചുളഞ്ഞു. എന്താ കാരണം? യൂസുഫിനെ പോലുള്ള ഒരു പ്രവാചകൻ ഒരിക്കലും ഇദ്ദേഹത്തോട് ഈ കാര്യം പറയാൻ പാടില്ല. യൂസുഫ് പറയേണ്ടത് പടച്ചവനോടാണ്. ആ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടി 12 കൊല്ലം കൂടി അല്ലാഹു തആല യൂസുഫിനെ പിന്നെ ജയിലിൽ കിടത്തുന്നുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാണ് രാജാവ് സ്വപ്നം കാണുന്നുണ്ട്. രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അതറിയില്ല. ദിവാസ്വപ്നം വെറുതെ പൊള്ള സ്വപ്നമാണെന്ന് പറഞ്ഞു. അവസാനമാണ് ഈ മനുഷ്യനോ, അല്ല ഞാനെന്തിനാണ് ഈ നാട്ടുകാരോട് ഈ സ്വപ്ന വ്യാഖ്യാനം ചോദിക്കണം, യൂസുഫ് ജയിലിൽ കിടപ്പുണ്ടല്ലോ. അപ്പോഴാണ് യൂസുഫിനെ ഓർമ്മ വന്നത്. അങ്ങനെയാണ് യൂസുഫിന്റെ അടുക്കിലേക്ക് ഓടുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു പടപ്പിന്റെ മുന്നിലും പറയേണ്ട ഒരു ഗതികേട് വരരുത്. ആ വരാത്ത രീതിയിൽ അള്ളാഹു നമുക്ക് സഅത്തം ഫി റിസ്ക്, ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അള്ളാഹു തആല വിശാലത കൊടുക്കും. പക്ഷെ ഇതിന് നമ്മൾ അദബുകൾ പാലിക്കണം. അവിടെയാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ ക്ലാസ് അവസാനിക്കേണ്ട ഒരു 50 അദബുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു 50 അദബുകൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഒരു ഹറാമ് നടക്കരുത്. ഒരു ഹറാമ് നടക്കുന്ന വീട്ടിൽ ഒരു മലക്ക് പോലും നിൽക്കൂല. റഹ്മത്തിന്റെ ഒരു മലക്കിന് പോലും നിൽക്കാൻ കഴിയില്ല ഒരു ഹറാമ് നടക്കുന്ന വീട്ടിൽ.
അതുകൊണ്ട് നമ്മൾ ആദ്യം തീരുമാനിക്കണം, നമ്മുടെ വീട്ടിലൊരു ഹറാമ് നടക്കുന്നില്ല, നമ്മളായിട്ടോ നമ്മുടെ ഭാര്യ മക്കളായിട്ടോ ഒരു ഹറാമ് നടക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു ബറക്കത്തിനെടുത്ത് കളയും. പ്രത്യേകിച്ച് വ്യഭിചാരം, സിന നടക്കുന്നിടത്ത് ഒരിക്കലും അസിന യൂരിസുൽ ഫഖറ, സിന ദാരിദ്ര്യത്തെ കൊണ്ടുവരും. സിന ചെയ്യുന്നവന് ദാരിദ്ര്യം ഉറപ്പാണ്. അത് വന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലോ നമ്മളുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ പോലും നമ്മുടെ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു താരിഖ് സലാത്ത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ഇറക്കില്ല. സമ്പത്തുണ്ടാവും, കച്ചവടത്തിൽ ലാഭമൊക്കെ കിട്ടും, പക്ഷെ ബറക്കത്തുണ്ടാവില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ സുബഹി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൊണ്ട് ഫാത്തിമേനെ വിളിക്കുന്നുണ്ട്. ഫാത്തിമ ഖൂമി എഴുന്നേൽക്ക്, ഫഷ്ഹദി റിസ്ക റബ്ബിക്കി, നിന്റെ റബ്ബ് റിസ്ക് വിതരണം ചെയ്യുന്ന സമയമല്ലേ, അത് പോയി വാങ്ങ് എന്ന് പറയുന്നുണ്ട്. ഫഇന്നൽ അർസാഖ തുഖദ്ദറു മാ ബൈന തുലൂഇ ശംസി മാ ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇ ശംസി. മോളെ ഫാത്തിമ, നിനക്കറിയുമോ അള്ളാഹു ഒരേ ദിവസത്തെയും അന്നം വിതരണം ചെയ്യുന്നത് ഫജ്ർ സാദിക്ക് വെളിവാകുന്നതിന്റെയും സൂര്യൻ ഉദിക്കുന്നതിന്റെയും ഇടയിലാണ്. ആ സമയത്ത് റിസ്ക് കൊടുക്കുക ഓരോ ദിവസവും. സുബഹി നമസ്കരിച്ച് കിടന്നുറങ്ങിയ ഫാത്തിമയോട് പറയണം, ഈ സമയത്ത് കിടന്നുറങ്ങരുത്. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ആ ദിവസത്തെ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. റമദാനാണ്, ഉറങ്ങിക്കോ, പക്ഷെ ഉദയം കഴിഞ്ഞിട്ട് ഉറങ്ങണം. സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. അള്ളാഹു റിസ്ക് കൊടുക്കുന്ന സമയം, ആ സമയത്ത് ആര് ക്യൂവിലുണ്ടോ അവനെ ടോക്കൺ കിട്ടുള്ളൂ. ക്യൂവിലില്ലാത്തവർക്ക് ടോക്കൺ കിട്ടൂല. അത് ഉദയം വരെയാണ് അതിന്റെ സമയം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ആ സമയത്ത് ഉറങ്ങരുത്, വീട്ടിലാരും ഉറക്കരുത്. സുബഹി നമസ്കരിക്കാതെ ആരും കിടന്നുറങ്ങരുത്. ഏത് പുതിയാപ്പടയുള്ള റൂമാണെങ്കിലും, ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയും പുതിയണ്ണുമാണെങ്കിലും സുബഹി സമയത്ത് നമ്മളിന്ന് മുട്ടണം. അതുവരെ ഉറങ്ങാനുള്ള അവകാശം അവർക്കുള്ളൂ. പുതിയാപ്പിളയല്ലേ, ഇന്നലെ കല്യാണം കഴിഞ്ഞാലേ വിടരുത്. സുബഹി വരെ അവരെ ഇറങ്ങിക്കിടും. സുബഹി കഴിഞ്ഞാൽ സുബഹിയുടെ സമയത്ത് അവരെ മുട്ടി വിളിപ്പിക്കാം. നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ രാവിലെ തുടങ്ങുന്ന കാര്യങ്ങൾ, ഏതൊരു കാര്യവും രാവിലെയാണ് തുടങ്ങേണ്ടത്. രാവിലെ തുടങ്ങുന്ന കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. ഒരു കച്ചവടം തുടങ്ങുകയാണ്, രാവിലെ തുടങ്ങാം. അറേബ്യയിലൊക്കെ കണ്ടിട്ടില്ലേ, കടകൾ തുറക്കുന്നു, സുബഹി എന്ന് പറഞ്ഞ കട തുറക്കും. നമ്മുടെ ഒരു പ്രശ്നം, 10 മണിക്ക് ചെണ്ട മുട്ടിയിട്ടാണ് കട ഉദ്ഘാടനം. 10 മണിക്ക് ചെണ്ട മുട്ടിയാണ് കടയുടെ ഉദ്ഘാടനം തന്നെ. എന്നിട്ട് കട തുറക്കുന്നത് 10 മണിക്ക്. എത്രയും രാവിലെ തുടങ്ങുന്ന എല്ലാ ഏർപ്പാടിലും അല്ലാഹു ബറക്കത്ത് ചെയ്യും. അതുകൊണ്ട് ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ കലഹമുള്ള വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. കലഹമുള്ള വീട്, അത് ഭാര്യയും ഭർത്താവുന്നുമല്ല കലഹമാണെങ്കിലും, മക്കളായിട്ടുള്ള കലഹമാണെങ്കിലും, മാതാപിതാക്കളായിട്ടുള്ള കലഹമാണെങ്കിലും ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് പിൻവലിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാരിദ്ര്യം മാറാൻ ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം. ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് കയറണം. ഭാര്യയ്ക്ക് സലാം പറഞ്ഞ് കയറണം, മക്കൾക്ക് സലാം പറയണം. സലാം പറയുന്നതോടുകൂടി പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം അവസാനിക്കും. അതുകൊണ്ട് വീട്ടിലൊരിക്കലും കലഹം നമ്മൾ നിലനിർത്തരുത്. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ മുറിക്കരുത്. ആരായിട്ടും ബന്ധങ്ങൾ മുറിക്കരുത്. കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ബറക്കത്തിനെ അല്ലാഹു തആല പിൻവലിക്കുന്നതിന് കാരണമായി തീരും. തന്നെയല്ല, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും കലഹിക്കാതെ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു പ്രത്യേക മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രത്യേക മലക്കുകൾ അതിനുവേണ്ടി തന്നെയുണ്ട്. സ്നേഹം കളിയാടുന്നിടത്ത് വരാൻ വേണ്ടിയുള്ള മലക്കുകൾ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സ്നേഹം നിലനിർത്തുക. പരസ്പരം ഹദിയകൾ കൈമാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൊടുക്കുക. ഹദിയ എന്ന് പറഞ്ഞാൽ ഉള്ളവന് കൊടുക്കുന്നതിന് ഹദിയ എന്ന് തന്നെ പറയുക, സദക്കയല്ലല്ലോ. ഇല്ലാത്തവന് കൊടുക്കല സദക്ക. അപ്പൊ നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്താൽ അയൽവാസികൾക്കോ കുടുംബാദികൾക്കോ ഒക്കെ സ്പെഷ്യൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ കുറച്ച് കൊടുത്തുവിടുക. അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് ഒന്ന് ചോദിച്ചു, നബിയെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ എളുപ്പ വഴി പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇദാ തബഖ്ത മറക്കത്തൻ ഫാക്സിർ മാഅഹ ഫതആഹദ് ബിഹി ജീറാനക, വീട്ടിൽ കറി വെക്കുമ്പോൾ വെള്ളം കൂട്ടി വെക്കും, എന്നിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്ക്, അതാ സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി എന്ന് പറഞ്ഞു. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയാലും, ഇപ്പൊ നോമ്പൊക്കെ അല്ലേ, റമദാനൊക്കെ അല്ലേ, പൈസയൊക്കെ പഠിച്ചു ഇഷ്ടംപോലെ തന്നിട്ടില്ലേ, നമ്മുടെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും സ്നേഹിതന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഹദിയൊക്കെ കൊടുക്കി. ഈ ഹദിയ നോമ്പിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തവരുണ്ടാകും, അവർക്കൊരു ഡ്രസ്സ് കൂടുതൽ എടുത്തു കൊടുക്കും. ഹദിയകൾ കൈമാറുക. അള്ളാഹു ജീവിതത്തിലെ ബറക്കത്ത്, സമ്പത്തിലെ ബറക്കത്ത് അള്ളാഹു തആല നിലനിർത്തുന്നതിന് കാരണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരത്തിൽ വലിയ തൽപരനായിരുന്നു ഇബ്രാഹിം നബി. അതിഥിയില്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വീട്ടിലെ അതിഥികൾ വന്നു. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോ മനുഷ്യരൂപത്തിലാ വരുന്നത്. ഇത് മലക്കാണോ മനുഷ്യനാണോ എന്നൊന്നും
ഈ മറ്റേ ഇബ്രാഹിം നബി അന്വേഷിച്ചില്ല. ഉടനെ പോയി ഒരു മൂരിക്കുട്ടീനെ അറുത്തുന്ന ഖുർആൻ പറയുന്നത്. ഒരു മൂരിക്കുട്ടീനെ പോയി അറുത്ത് ചുട്ടുകൊണ്ടുപോയി മുന്നിൽ വെച്ചു. മലക്കുകൾ തൊടുന്നില്ല, മലക്കുകൾ അതിലേക്ക് തൊടുന്നില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. അപ്പോ സാറാ ബീവിയിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യ എങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വായിലടിച്ചു എന്നാ. മിസ്രി പെണ്ണുങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട്, സന്തോഷം വന്നാൽ ഒരു മുഖത്തടിക്കും. എന്റെ മൂരിക്കുട്ടീനെ കളഞ്ഞല്ലോ എന്നാ സാറാ ബീവി പറഞ്ഞത്. വെറുതെ ഈ മനുഷ്യന്മാർക്ക് ഇവർക്ക് വേണ്ടി മൂരിക്കുട്ടീനെ കളഞ്ഞല്ലോ എന്നാ. അപ്പൊ ജിബിരിയിൽ ഒന്ന് ചിരിച്ചു. ജിബിലിന് മനസ്സിലായി മൂരിക്കുട്ടീനെ അർത്ഥത്തിൽ സാറയ്ക്ക് വിഷമമുണ്ടെന്ന് മനസ്സിലായി. ആ ചുട്ടുകൊണ്ടെന്ന് വെച്ചാൽ മൂരിക്കുട്ടിയുടെ പുറത്ത് ജിബിരിയിലൊന്ന് തടയി കൊടുത്തുന്ന, അതിന് ജീവൻ വെപ്പിച്ചു കൊടുത്തുന്ന. സാറയുടെ വിഷമം മാറി. അപ്പൊ വന്ന ആളുകൾ മലക്കുകളാണെന്ന് പോലും അന്വേഷിക്കാതെ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തയാളാണ് ജിബിരി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാതെ പരമാവധി ആരെങ്കിലുമൊക്കെ വിളിച്ച് അതിഥികളെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്തിൽ ചെല്ലുന്നുണ്ടല്ലോ. എന്താ ചൊല്ലുക? കമാ ബാറക്താല ഇബ്രാഹിമ. എന്താ ഇതിന്റെ അർത്ഥം? ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് ചെയ്തതുപോലെ നീ ആർക്കും ബർക്കത്ത് ചെയ്യേ? മുഹമ്മദ് നബിക്ക് ബർക്കത്ത് ചെയ്യുന്ന. ഇബ്രാഹിം നബിക്ക് അള്ളാഹ് ചെയ്ത ബർക്കത്ത് എന്താ? ഇബ്രാഹിം നബിക്ക് അള്ളാഹ് ബർക്കത്ത് ചെയ്യാൻ കാരണം ഇബ്രാഹിം നബി അതിഥികളെ സൽക്കരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നോമ്പ് ഉറപ്പിക്കുക. ഇനിയിപ്പോ ഈ സമയമില്ല, അടുത്ത റമദാനിലൊക്കെ കരുതിക്കുട്ടി ഒരു 10 ആളെ ഓരോ ദിവസം നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി സമ്പത്തുള്ളവരൊക്കെ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം, വെളിയിൽ വീണ ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കുക. ഭക്ഷണം വേസ്റ്റാക്കിയ വീട്ടിൽ ദാരിദ്ര്യം ഉറപ്പ്. ഭക്ഷണം ഏത് വീട്ടിൽ വേസ്റ്റാക്കുന്നോ ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് പിൻവലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താക്കീത് ചെയ്തൊരു കാര്യം, ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കരുത്. സുപ്രയിൽ വീണുപോയ ഭക്ഷണം എടുത്ത് കഴുകി കഴിക്കണം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യയിലേക്ക്, ഇന്നത്തെ ഇറാനിലേക്ക് ഗവർണറായി വിട്ടു. അദ്ദേഹം അവിടെ ചെന്നപ്പോ അവിടുത്തെ പ്രമുഖരെല്ലാം കൂടി ഗവർണർക്ക് ഒരു പുതിയ ഗവർണറാണല്ലോ, സൽക്കാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇറാനിലെ വലിയ ആളുകളൊക്കെ കൂടി ഒരു സദസ്സിൽ വെച്ച് ഗവർണറെ സ്വീകരിക്കുകയും ഗവർണർക്ക് സൽക്കാരം കൊടുക്കുകയും ചെയ്യാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും ഒരു ഭക്ഷണം നിലത്ത് വീണു. ഗവർണർ അതെടുത്തുകൊണ്ട് വെളിയിലിറങ്ങി കഴുകിക്കൊണ്ടുവന്ന് കഴിച്ചു. ഇത് കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഗവർണർ നമ്മളെ നാണം കെടുത്തി, ഈ നാട് ദാരിദ്ര്യമുള്ള നാട് പോലെ ഗവർണർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയിലൂടെ ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അത്റുകു സുന്നത്തി ലിഹാഉലായിൽ ഹുമഖ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്റെ റസൂലിന്റെ സുന്നത്തിന് ഉപേക്ഷിക്കണമോ? വീണുപോയ ഭക്ഷണം എടുത്ത് കഴിക്കൽ റസൂലിന്റെ സുന്നത്താണ്. ഈ ഇരിക്കുന്ന ആളുകൾ ഇറാനിലെ വലിയ ആൾക്കാരായിരിക്കാം, പക്ഷേ ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്റെ റസൂലിന്റെ സുന്നത്തിന് ഉപേക്ഷിക്കണോന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഫിർഔനിനുണ്ടായിരുന്ന 2 ഗുണമുണ്ട്. ഫിർഔൻ മൽഊനാണ്, ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ പേരേക്കും പറയണം. പക്ഷെ അവന് 2 ഗുണമുണ്ടായിരുന്നു. ഒരു ഗുണം, ഭക്ഷണം ഒരിക്കലും ഫിർഔൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. അവൻ പരിവാരങ്ങളുമായി പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു റൊട്ടിക്കഷ്ണം വീണ് കിടക്കുന്ന കണ്ടാൽ ഫിർഔൻ അവിടെ ഇറങ്ങും. ആയിരക്കണക്കിന് പരിവാരങ്ങളുടെ കൂടെ പോകുന്ന രാജാവാണ് ഫിർഔൻ, ഈജിപ്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവ്. പക്ഷെ ഒരു ഭക്ഷണം കിടക്കുന്ന കണ്ടാൽ അവൻ അവിടെ ഇറങ്ങിയിട്ട് ആ റൊട്ടിക്കഷ്ണം എടുത്ത് വേണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കൂടിയുള്ള ആരെങ്കിലും ഒന്ന് കഴിപ്പിക്കും. ഭക്ഷണം വേസ്റ്റാക്കൂല. അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാക്കലും ഭക്ഷണത്തിൽ ഇസ്രാഫ് ചെയ്യുക എന്നുള്ളത് ദൂർത്തു ഈ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയുന്നതിന് കാരണമായി തീരും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിരുന്നുകാർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അമിതമായി വിളമ്പി കൊടുക്കരുത്. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വാരിയിടും. അത് ചെയ്യരുത്. ഭക്ഷണം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വയ്ക്കുക, കഴിച്ചോളാൻ വേണ്ടി പറയുക. അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ അമിതമായി നിർബന്ധിച്ച് വാരിയിട്ട് കൊടുക്കരുത്. അതിന്റെ കുഴപ്പമെന്താ? ഇയാൾക്ക് കഴിക്കാൻ പറ്റില്ല, പിന്നെ അതവിടെ ഇട്ടിട്ട് പോയാൽ വേറൊരാൾ കഴിക്കില്ല, ആ ഭക്ഷണം വേസ്റ്റാകും. അത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെയുള്ള യാചന. നമുക്ക് നിർബന്ധിത സാഹചര്യത്തിലല്ല നമ്മൾ ഒരാളോട് സഹായം ചോദിക്കരുത്, കൈനീട്ടരുത് ഒരാളുടെ മുമ്പിൽ. നമ്മുടെ ആവശ്യം പടച്ചവനോട് മാത്രം. അതിനിർബന്ധിതമായ ഒരു ഘട്ടത്തിൽ മാത്രമേ ഒരാളോടൊരു സഹായം ചോദിക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി നമ്മുടെ റബ്ബിനോട് നമ്മൾ പരാതി പറയുക, അത്ര തന്നെ. അതോടൊപ്പം തന്നെ പരിധി വിട്ട ഉറക്കം. ഒരു വീട്ടിൽ പരിധി വിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്തിന് എടുത്തു കളയും. ഉറക്കത്തിനൊരു പരിധി ഉണ്ടാകും. മക്കളെയൊക്കെ പരിധി വിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. നഗ്നരായി ഉറങ്ങുക. നഗ്നരായുള്ള ഉറക്കം ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തും. ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ശാരീരിക ബന്ധമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വസ്ത്രം ധരിച്ചു കിടക്കണം. നഗ്നത വെളിവാക്കുന്നത് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ ഒരു ഹൈറുള്ള കാര്യമല്ല. ഐഷാബി പറഞ്ഞില്ലേ, മാറ ആ മിന്നി വല മാറ ഇറ്റുമിന്നു, എന്റേത് റസൂലും കണ്ടിട്ടില്ല, റസൂലിന്റേത് ഞാനും കണ്ടിട്ടില്ല.
ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടുള്ള കഥയെ പറയേണ്ടത്. അപ്പൊ നഗ്നത നോക്കൽ ഒരു ഹൈറുള്ള കാര്യമല്ല. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ഒരിക്കലും നഗ്നമായിട്ട് കിടന്ന് ഉറങ്ങാതിരിക്കണം. അത് ബറക്കത്തിന് എടുത്തു കളയും. നഗ്നമായി മൂത്രിക്കുക. ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തുണിയെ കഴിച്ച എവിടെയും വെച്ചിട്ട് മൂത്രിക്കരുത്. ടോയ്ലറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി നമുക്ക് എത്രയാണ് വെളിപ്പെടുത്തേണ്ടത് ആ ഭാഗം മാത്രം വെളിപ്പെടുത്താൻ പാടുള്ളൂ. മുട്ട മറച്ച് പരമാവധി വെളിയിൽ നോക്കിയ ഒരാൾ കാണാത്ത രീതിയിൽ ഇരിക്കണം. അതുപോലെ ജനാപത്തുകാരനായിട്ട് ഉറങ്ങൽ. വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കും, പക്ഷേ ഒരു ഒളുവെങ്കിലും എടുക്കണം. കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ ഒരു ഒളുവെങ്കിലും എടുക്കാതെ ജനാപത്തുകാരനായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ജനാപത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കുക. വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നിലേക്ക് കുളിക്കണം, ചുരുങ്ങിയ പക്ഷേ ഒളുവെങ്കിലും എടുക്കാതെ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ വീടുകളിൽ കുട്ടികൾക്ക് മോശം പേരിടൽ. മോശമായ പേരുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ബറക്കത്തുള്ളാഹു എടുത്തു കളയും. പേരിടുന്നിടത്ത് ശ്രദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, പേരിൽ കാര്യമുണ്ട്, പേരിൽ കാര്യമുണ്ട്. മോശമായ പേരുകൾ വീട്ടിലുണ്ടാകരുത്. മുഹമ്മദ് എന്നുള്ള പേരാണ് ഏറ്റവും ബറക്കത്തുള്ള പേര്. മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ഐശ്വര്യം ഉണ്ടാകും. തന്റെ മകന് മുഹമ്മദ് എന്ന് നബിയോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി സ്വർഗത്തിൽ കിടക്കുമെന്ന് പോലും ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ, ഒരു സുപ്രയിലുണ്ടെങ്കിൽ, അള്ളാഹു ആ വീട്ടിൽ ഒരു ദിവസം 2 പ്രാവശ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകുമെന്നും ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മോശമുള്ള പേരുകൾ നമ്മളെ കുട്ടികൾക്ക് ഇടാതിരിക്കുക. ഉണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റാൻ വേണ്ടി തയ്യാറാവുക. മുഹമ്മദ് എന്ന പേരുള്ള വീട്ടിൽ ദാരിദ്ര്യം കിടക്കൂല എന്ന് മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ അടുക്കും ചിട്ടയില്ലാതെ സാധനങ്ങൾ വലിച്ചു വാരിയിടുക. അത് വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടുത്തും, ബറക്കത്ത് നഷ്ടപ്പെടുത്തും. എല്ലാത്തിനും ചിട്ടയുണ്ടാകണം. ചെരുപ്പ് വെക്കാൻ ഒരു സ്ഥലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെരുപ്പ് വെക്കാൻ റസൂലിന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. റസൂൽ അവിടെ ചെരുപ്പ് വെക്കും. ഓരോന്നും വയ്ക്കാൻ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ തന്നെ വെക്കണം. എല്ലാം അങ്ങനെ വലിച്ചു വാരി ഇടുന്നൊരു രീതി വീട്ടിലെ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തും. അതുപോലെ അലക്കാതെ വസ്ത്രങ്ങൾ കൂട്ടിയിടുക. അലക്കേണ്ട വസ്ത്രങ്ങൾ അന്നന്ന് അലക്കണം. എല്ലാം കൊണ്ട് ഒരു മൂലയിൽ ഇങ്ങനെ കൂട്ടിയിടുന്ന പരിപാടിയും വീട്ടിലെ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. കഴുകാതെ രാത്രി പാത്രം അടുക്കളയിൽ അവശേഷിപ്പിക്കുക. രാത്രി ഭക്ഷണം കഴിച്ചാൽ പാത്രമെല്ലാം ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെക്കണം. അതെങ്ങനെ വാഷ് ബേസിനെ കിടക്കും ഭക്ഷണ സഹിതം. നേരം വെളുത്ത് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഈച്ചയും കൊതുവും പൂച്ചയും പട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ വരുന്ന ചില ആൾക്കാരുണ്ട്. കള്ളന്മാരല്ല, ആരാ? മലക്കുകൾ. അടുക്കള എന്ന് പറയുന്നത് റിസ്കിന്റെ കേന്ദ്രമാണ്. അവിടെയാണ് ഏറ്റവും ശുദ്ധിയായി സൂക്ഷിക്കേണ്ടത്, വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അടുക്കളയാണ്. അടുക്കളയിലാണ് മലക്കുകൾ വരിക. റിസ്കിന്റെ മലക്കുകൾ വരുന്നത് അടുക്കളയിലാണ്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ റിസ്കിന്റെ മലക്കുകൾ വരും. വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് മലക്കുകൾ കയറൂല, ദുർഗന്ധ മണമുള്ളിടത്ത് മലക്കുകൾ കയറൂല. അതുകൊണ്ട് മലക്കുകൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ അടുക്കളയെ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. മനുഷ്യന്മാർക്ക് എന്തെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടെല്ലാം മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അടുത്തത് മിസ്വാക്ക് ചെയ്യാതെ കിടന്നുറങ്ങുക. അതുപോലെ തന്നെ മിസ്വാക്ക് എന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം. വിശ്വാസങ്ങൾ പറയുന്നുണ്ട്, എന്റെ അടുക്കൽ വന്ന് ജിബിരിയിൽ എപ്പോ വന്നാലും മിസ്വാക്ക് എന്ന് പറയും. ഞാനിങ്ങനെ മിസ്വാക്കിനെ കട്ടി കൂട്ടിയിട്ട് പല്ല് വീണു പോകുമെന്ന് എനിക്ക് പേടിയായി എന്ന് റസൂൽ സല്ലല്ലാഹു പറയുന്നുണ്ട്. മിസ്വാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജടക്കുത്തിയ മുടികൾ. സ്ത്രീകൾ വീടുകളിൽ ജടക്കുത്തിയ മുടിയുമായി ജീവിച്ചാൽ ആ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടും. മുടി എപ്പോഴും സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും വൃത്തിയായി സൂക്ഷിക്കണം. വിശ്വാസങ്ങൾ ഒരാളിങ്ങനെ മുടി ചീകി വെക്കാതെ കയറി വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ എണ്ണയൊന്നുമില്ലേ? എണ്ണയൊക്കെ എത്തിച്ച് വൃത്തിയാക്കി മുടി വളർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. കഅന്നഹു ശൈത്താൻ, പിശാചിനെ പോലെ അങ്ങനെ കയറി വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ആണും പെണ്ണും സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഈച്ച, കൊതുക്, മൂട്ട ഇങ്ങനെയുള്ള ജീവികളെ വീട്ടിൽ അധികമായി താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക. അപ്പൊ ഈച്ച ശല്യം, കൊതുക് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കണം. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുക. കൈ വൃത്തിയാണെങ്കിൽ പോലും കൈ കഴുകണം. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ പോലും കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. അത് നബികളുടെ രീതിയാണ്. അത് ചെയ്യാതിരിക്കുന്നത് ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഭക്ഷണശേഷം മണ്ണുകൊണ്ട് കൈ വൃത്തിയാക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ കൈ വെള്ളം കൊണ്ട് തന്നെ വൃത്തിയാക്കണം. മണ്ണിൽ തടകി വൃത്തിയാക്കുക എന്നുള്ളത് ദാരിദ്ര്യം വരുത്തും. ഒരു ജനാപത്ത് കുളി നീട്ടിവെക്കുക. വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, രാത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ സുബഹി വരെ കുളിക്കാതെ കിടക്കാൻ കുഴപ്പമില്ല. സുബഹി കഴിഞ്ഞ് പിന്നെ കുളി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതും ബറക്കത്തിനെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ നഗ്നനായി നിന്ന് കുളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നഗ്നനായി ഇരിക്കലും നഗ്നനായി കുളിക്കലും. അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ ഒരിക്കൽ അദ്ദേഹത്തിന് വലിയ ശുദ്ധി ഉണ്ടായി, അദ്ദേഹം കുളിച്ചു. ഒരു വസ്ത്രം അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം കുളിച്ചത് ആ വസ്ത്രം ധരിച്ചിട്ടാണ്. കുളിച്ചു കഴിഞ്ഞപ്പോൾ മാറാൻ വസ്ത്രമില്ല. അദ്ദേഹം അവിടെ ചാരി ഇരുന്ന് ഉറങ്ങിയതാണ്.
തുണി ഉണങ്ങാൻ വേണ്ടി. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്റെ ദീനിന്റെ 4/1 സംരക്ഷിച്ചു. കാരണം നീ നഗ്നനായില്ലല്ലോ, നിനക്ക് വേണമെങ്കിൽ ആ തുണി അഴിച്ചിട്ട് ഉണങ്ങാനിടാമായിരുന്നു, ഒറ്റയ്ക്കിരിക്കുകയല്ല നഗ്നനായിരിക്കാമായിരുന്നു, നീ അത് ചെയ്തില്ലല്ലോ, എന്റെ ദീനിന്റെ 4/1 സംരക്ഷിച്ചു എന്ന് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന്റെ കൂടെ വേറൊരു കാര്യം ചെയ്യുക. ടോയ്ലറ്റ് കയറിയാൽ അത് മാത്രം ചെയ്താൽ മതി, അതിന്റെ കൂടെ വേറൊരു കാര്യം ചെയ്യരുത്. വേറെ എന്താ ചെയ്യുക? മൊബൈല്, പത്രം വായിക്കുക, മിസ്വാക്കുക. ചില ടോയ്ലറ്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ക്ലോസറ്റിന്റെ ഇപ്പുറം പത്രം ഇടാനുള്ള സ്ഥലം ഉണ്ടാവും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടിന്റെ ഐശ്വര്യവും ബറക്കത്തും നഷ്ടപ്പെടുന്ന മലമൂത്ര വിസർജനത്തിന്റെ കൂടെ വേറൊരു കാര്യം ചെയ്യരുത്, അത് മാത്രമായിട്ട് ചെയ്യുക. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ബറക്കത്ത് നഷ്ടപ്പെടും, മറവി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രമാണികമായ ഗ്രന്ഥങ്ങളിൽ ബഹുമാന്യരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. കക്കൂസിൽ ഉറങ്ങുക, രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പോയിട്ട് നല്ല ക്ലോസറ്റ് ആണെങ്കിൽ ഉറങ്ങാനൊക്കെ സുഖമുണ്ട്, ദീർഘനേരം അവിടെ ഇരിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട. 2 കൈ തലക്ക് കൊടുത്തിരുന്ന് കക്കൂസിലിരിക്കുക, കക്കൂസിലിരുന്ന് 2 കൈ തലക്ക് കൊടുക്കുക, ചാരിയിരുന്ന് വിസർജിക്കുക. ഇതൊക്കെ ശാസ്ത്രീയമായി തന്നെ സ്ഥിരപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്നതിന് രൂപമുണ്ട്. ഇടതുകാല് ചാരിയാണ് ഇരിക്കുന്നത്, അതാണ് സുന്നത്തായ രീതി. അല്ലാത്ത ഇരുത്തങ്ങളൊക്കെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ പോലും ഉണ്ട്. രഹസ്യ രോമങ്ങൾ 40 ദിവസത്തിനകം സൂക്ഷിക്കുക. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തും മറ്റുള്ള രോമങ്ങൾ 40 ദിവസത്തിനകം അത് നീക്കം ചെയ്യാതെ കൊണ്ടുനടക്കുക. നഖം വെട്ടാതെ നഖം നീട്ടി വളർത്തുക, നഖത്തിനിടയിൽ പിശാച് കയറിക്കൊടുന്നതിന് കാരണമായി തീരും. നഖം മുടിച്ച ഉടനെ ചൊറിയുക, നഖം മുടിച്ച ഉടനെ കൈ കളയാതെ ചൊറിയുക. അതുപോലെ തന്നെ ഭക്ഷണം കൊട്ടിയെടുക്കുക. നമ്മളൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോൾ കൊട്ടിയെടുക്കരുത്, അളന്നെടുക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് എന്റെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. ഞാൻ അതിൽ നിന്നിങ്ങനെ കോരിയെടുത്തുകൊണ്ടേയിരുന്നു, റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ദിവസങ്ങളോളം. അത് തീർന്നില്ല. പക്ഷെ ഒരിക്കൽ ഞാനത് എത്രയുണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി കൊട്ടിയിട്ടിട്ട് അളന്നു നോക്കി, പിന്നെ എനിക്കത് ബാക്കിയായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഹദീസിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഞ്ചിയിൽ കുറച്ച് ഈത്തപ്പഴം സമ്മാനിച്ചു. ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു വർഷങ്ങളോളം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയം, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ തിരക്കിനിടയിൽപ്പെട്ട് എന്റെ സഞ്ചി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഒരു പാട്ട് തന്നെ പാടുന്നുണ്ട്, ലിന്നാസി, എല്ലാ ജനങ്ങൾക്കും ഇന്ന് ഒരു ഹമ്മയുള്ളൂ, എനിക്കിന്ന് 2 ഹമ്മാണ്. ഒന്ന് ഉസ്മാൻ കൊല്ലപ്പെട്ട വിഷമവും മറ്റൊന്ന് എന്റെ സഞ്ചി നഷ്ടപ്പെട്ട വിഷമവും എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിൽ മടിയോടുകൂടി കയറുക. പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ താല്പര്യത്തോടെ കയറണം. 2 പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, അമ്മായി മരുമോളും ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? മരുമോൾ വിചാരിക്കും അമ്മായി കയറട്ടെന്ന്, അമ്മായി വിചാരിക്കും മരുമോൾ കയറട്ടെന്ന്. അപ്പൊ 2 പേരും കയറണ എങ്ങനെയായിരിക്കും? അവസാനം മരുമോൾ വിചാരിക്കുന്നത്, കാക്കാക്ക് പുള്ളിക്കാരന് കടയിൽ പോകണമല്ലേ, ഏതായാലും പൊലിയട്ടെ, അവളെ തളയട്ടെ, കയറിയേക്കാന്ന് വിചാരിച്ചപ്പോൾ ആകെ നേർന്നാണ് അടുക്കളയ്ക്ക്. അങ്ങനെ കയറിയാൽ എന്തുണ്ടാവും? ദാരിദ്ര്യം. അടുക്കളയിൽ കയറുമ്പോൾ ഉഷാറോടുകൂടി റാഹത്തോടുകൂടി കയറണം. അതുപോലെ പെട്ടെന്ന് വായിച്ചിരിക്കുക, ജനാബത്തോടുകൂടി അടുക്കള കയറുക. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനാബത്തിനെയും കുളിക്കാതെ അടുക്കള കയറരുത്, ചുരുങ്ങിയ പക്ഷേ ഓതു കൊടുക്കെങ്കിലും വേണം. മടിച്ചു തൊഴിലിന് പോവുക. രാവിലെ കട ഉറക്കാൻ പോകുമ്പോൾ പോണോ പോണ്ടയോ അങ്ങനെയല്ല, താല്പര്യത്തോടുകൂടി എന്ത് ചെയ്യണം? ഒരു തൊഴിലിന് ഇറങ്ങി പുറപ്പെടണം. ടോയ്ലറ്റിൽ നിന്ന് ഒതുടുക്കുക, ബാത്റൂമിൽ നിന്ന് ഒതുടുക്കുക. സുബഹിക്ക് ശേഷം ആദ്യം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുക. സുബഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിനോട് ആദ്യം പിശാച് കൂടും. ചന്തയിൽ നിന്ന് അവസാനം മടങ്ങി വരിക, അവസാനം കടയടയ്ക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. അതുപോലെ പാത്രങ്ങൾ രാത്രി മൂടി വെക്കാതിരിക്കുക. എല്ലാ പാത്രങ്ങളും രാത്രി മൂടി വെക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് ആകാശത്ത് നിന്ന് ബല ഇറങ്ങുന്നു, സഹിഹായ ഹദീസിൽ വരുന്നുണ്ട്. വീട്ടിൽ തീരെ ഖുർആൻ ഓതാതിരിക്കുക. കുറച്ചെങ്കിലും ഖുർആൻ വീട്ടിൽ നിന്ന് ഓതണം. സൂറത്തുൽ വാഖിയ, തബാറക്ക, മുസമ്മില്, വല്ലുഹ പോലെയുള്ള ചില സൂറത്തുകളുണ്ട്, യാസീൻ പോലുള്ള സൂറത്തുകൾ വീട്ടിൽ പതിവായിട്ട് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വീട്ടിൽ സലാത്തി അല്ലാതിരിക്കുക. വീട് അടിച്ചുവാരി വൃത്തിയാക്കാതിരിക്കുക. വീട് അടിച്ചു കൂട്ടിയിടുക, ഒരു മൂലക്ക് കൂട്ടിയിടുക. യാചകരുടെ വസ്തുക്കൾ വാങ്ങുക. എവിടെന്നെങ്കിലും ആരെങ്കിലും തെണ്ടിക്കൊണ്ടുവരുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക. അതുപോലെ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക. 8 കാലി വലകൾ വീട്ടിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ഏകദേശം 50 കാര്യങ്ങളാണ് ഇപ്പം ഞാൻ വായിച്ചത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന പ്രാധാന്യമേറിയ ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞതും പിന്നെ ഇത് പറഞ്ഞു വെച്ചതും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ പഴയകാല ചിട്ടകളായിരുന്നു. ഇന്ന് ഇതൊന്നും വേണ്ട എന്ന് ഉപദേശിക്കുന്ന ചില ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവുകയും നമ്മൾ തന്നെ അതൊക്കെ വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് സമ്പത്തുണ്ടായിട്ടും ഐശ്വര്യതയില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.